നമസ്കാരം എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. പ്രാക്ടിക്കലിൻ്റെ പരീക്ഷ അടുത്തടുത്ത് വരുന്നു. ഫിസിക്സിൻ്റെ പ്രാക്ടിക്കൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പ്രാക്ടിക്കലാണ് സിമ്പിൾ പെൻഡുലം. പേര് കേൾക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നും. കാരണം വേറൊന്നുമല്ല, ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുന്ന ഊഞ്ഞാലാടുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ചാൽ മതി എന്നുള്ള രീതിയിൽ എപ്പോഴും എല്ലാവരും ഞാൻ നേരത്തെ പറഞ്ഞിട്ട് വളരെ സിമ്പിളായിട്ട് കണക്കാക്കുന്ന ഒരു ഒരു എക്സ്പെരിമെൻ്റാണ് സിമ്പിൾ പെൻഡുലം. പക്ഷേ നമ്മൾ സ്വന്തമായിട്ട് പ്രാക്ടിക്കൽ ചെയ്യുമ്പോൾ, അപ്പോൾ പ്രാക്ടിക്കലിന് നമ്മളല്ലാതെ സ്കൂളിൽ ചെയ്യിപ്പിക്കുമ്പോൾ ഗ്രൂപ്പായിട്ടാണ് ചെയ്യിപ്പിക്കുന്നത്. 5-6 പേരൊക്കെ കാണാം. അന്നേരം ഗ്രൂപ്പായിട്ട് ചെയ്യിപ്പിക്കുമ്പം അതിനകത്തൊരു പ്രശ്നം വരുന്നില്ല. കാരണം ഒരാൾ ആട്ടിക്കൊണ്ടിരിക്കും, ഒരാൾ പെൻഡുലം സ്റ്റോപ്പ് ക്ലോക്ക് ഓണാക്കിക്കൊണ്ടിരിക്കും, ഒരാൾ മെഷർമെൻ്റ് എടുക്കും, ഒരാൾ 1-2 പേര് വായി നോക്കിയിരിക്കും, ഒരാൾ റീഡിങ് എഴുതും. അന്നേരം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്കിത് വലിയ ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യത്തില്ല. എന്നാൽ നമ്മൾ പ്രാക്ടിക്കൽ ചെല്ലുമ്പം നമ്മൾ സ്വന്തമായിട്ട് തന്നെ അതിൻ്റെ ലെങ്ത് എടുത്ത് വെച്ച് നമ്മൾ തന്നെ ഓസിലേറ്റ് ചെയ്ത് അന്നേരം തന്നെ സ്റ്റോപ്പ് ക്ലോക്ക് നമ്മൾ തന്നെ ഓണാക്കി 20 ഓസിലേഷൻ കഴിയുമ്പോൾ ഓഫാക്കി ഇങ്ങനെ വേണം ചെയ്യാൻ. അന്നേരം ഇതൊക്കെ ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ് സിമ്പിൾ പെൻഡുലം എന്നാണ് ഈ പറഞ്ഞു വരുന്നത്. അന്നേരം അത്ര എളുപ്പം അല്ല എന്നല്ല, എളുപ്പമാണ്. അത് പക്ഷെ നല്ല രീതിയിൽ ചെയ്താൽ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നൊരു വളരെ അടിപൊളി ഒരു ട്രിക്കാണ്. സിമ്പിൾ പെൻഡുലത്തിൽ നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്താണ്? നമ്മൾ എപ്പോഴും അങ്ങനെ ചോദിച്ചിട്ടുണ്ടോ? ഓരോ എക്സ്പെരിമെൻറ്റിനും നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്താണ്? സിമ്പിൾ പെൻഡുലത്തിൽ നമ്മൾ കണ്ടുപിടിക്കുന്നത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ സ്മോൾ ജി ആണ് കണ്ടുപിടിക്കുന്നത്. സ്മോൾ ജിയുടെ വാല്യൂ നമുക്കറിയാം 9.8 m/s² ആണ്. ഇതിന് അടുത്ത് ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ സിമ്പിൾ പെൻഡുലം നിങ്ങൾ ചെയ്യുന്നത് കറക്റ്റാണ്. 9.8 കിട്ടിയില്ലെങ്കിൽ 9.7 9.6 ഒക്കെ കിട്ടിയാലും ഒക്കെ ഓക്കെയാണ്. 9.8 അടുത്തൊക്കെ കിട്ടും കറക്റ്റായിട്ട്. ഞാൻ ഈ പറയുന്ന പോലെ ചെയ്താൽ 9.8 നിങ്ങൾക്ക് കിട്ടിയിരിക്കും. ആരോടും പറയണ്ട, രഹസ്യമായിട്ട് പറയാം. അന്നേരം ഞാൻ ആ കോളം ഒന്ന് പറയാം. നിങ്ങളുടെ ലാബ് മാനുവലൊക്കെ ഉണ്ടെങ്കിൽ, റെക്കോർഡൊക്കെ ഉണ്ടെങ്കിൽ നോക്കിക്കോണം. ആദ്യം L എന്ന് പറഞ്ഞൊരു കോളമുണ്ട്. ആ ലെങ്ത് അത് 50, 40 അല്ലെങ്കിൽ 80, 90 എന്നൊക്കെ പറഞ്ഞ ലെങ്ത്, ആ സ്ട്രിങ്ങിൻ്റെ ലെങ്ത്. അടുത്ത L-R. അടുത്ത ടൈം ഫോർ 20 ഓസിലേഷൻ. 1, 2 മീൻ അല്ലെങ്കിൽ 1, 2, 3 മീൻ. ഒരു വട്ടം ചെയ്തു, അത് രണ്ടാമതൊന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നു, മൂന്നാമത് ചെയ്യുന്നു, അതിൻ്റെ മീൻ എടുക്കുന്നു. അടുത്തത് സ്മോൾ t T/20. അടുത്തത് T², അല്ലേ? അതിൻ്റെ ലാസ്റ്റ് കോളമാണ് വളരെ ഞാൻ ഈ പറയുന്നത് ഇമ്പോർട്ടൻറ്റ്, L/T². L എന്ന് പറയുന്നത് 40, 50, 60, 70 ആണ്. T² നമുക്കിപ്പം ചെയ്ത് കിട്ടുന്നു. ആ L/T² എന്ന് പറയുന്നത് നമ്മൾ സ്കെയില് സെൻറ്റിമീറ്ററിലാണല്ലോ, സെൻറ്റിമീറ്ററിലാണ് ചെയ്യുന്നതെങ്കിൽ L/T² ഓരോന്നും ചെയ്യുമ്പോൾ നിങ്ങൾ L/T² വരെ ചെയ്തിട്ടേ അടുത്ത 40 ചെയ്യുവാണെങ്കിൽ അത് കംപ്ലീറ്റ് L/T² ചെയ്തതിന് ശേഷമേ അവിടെ വരെ ചെയ്തിട്ട് അടുത്ത റീഡിങ് എടുക്കാവുള്ളൂ. കാരണം ഈ ഇതാണ് L/T²ൻ്റെ വാല്യൂ. സെൻറ്റിമീറ്ററിലാണെങ്കിൽ 24-നും 25-നും ഇടയ്ക്ക് കിട്ടിയാൽ ഉത്തരം G 9.8 അടുത്ത് കിട്ടിയിരിക്കും. വേണമെങ്കിൽ നിങ്ങൾ 4π² L/T² ചെയ്ത് നോക്കിയോ, 25 ഇട്ട് ചെയ്ത് നോക്കിയോ, കൃത്യം നിങ്ങൾക്ക് 9 പോയിന്റ്. മീറ്ററിലാണെങ്കിൽ 9.8 ഇടണമെങ്കിൽ നിങ്ങൾ, സെൻറ്റിമീറ്ററിലാണെങ്കിൽ 24-നും 25-നും ഇടയ്ക്ക് കിട്ടും. മീറ്ററിലാണെങ്കിൽ 0.24-നും 0.25-നും ഇടയ്ക്ക് കിട്ടണം. സെൻറ്റിമീറ്റർ മീറ്റർ ആകുന്നു. മീറ്ററിലാണല്ലോ നമ്മൾ 9.8 m/s². അതായത് നിങ്ങൾ 4π² 3.14 × 3.14 × L/T² വരെ 0.25 ഇട്ടൊന്ന് ഗുണിച്ച് നോക്കിയേ, നിങ്ങൾക്ക് കറക്റ്റ് 9.8 സംതിങ് കിട്ടും. 9.8 സംതിങ് അല്ല, 9.8 കിട്ടും. അന്നേരം L/T² വാല്യൂ എന്ത് കിട്ടണം? മീൻ എടുക്കുമ്പോഴും 3, 4, 5 എണ്ണം ചെയ്യുമ്പോഴും സെൻറ്റിമീറ്ററിലാണെങ്കിൽ 24-നും 25-നും ഇടയ്ക്കും, മീറ്ററിലൊക്കെയാണ് ചെയ്യേണ്ടത്. 0.24-നും 0.25-നും ഇടയ്ക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിൾ പെൻഡുലത്തിന് ഫുൾ മാർക്ക് ഉറപ്പാണ്. അന്നേരം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓർത്ത് വെച്ചാൽ നമുക്ക് ഒരു ടെൻഷൻ ഇല്ലാതെ പ്രാക്ടിക്കൽ ചെയ്യരുതോ, ചെയ്യാം. അന്നേരം ഇങ്ങനെയുള്ള വീഡിയോസ് എല്ലാം കിട്ടും നിങ്ങൾക്ക്. അന്നേരം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ഷെയറൊക്കെ ചെയ്തേക്കുക. എല്ലാത്തിൻ്റെ വീഡിയോസും മാഷല്ല ചെയ്തിട്ടുണ്ട്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബോട്ടണി, സുവോളജി എല്ലാം. നന്നായിട്ട് പഠിക്കുക. നെവർ എവർ ഗിവ് അപ്പ്.